നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് തോറ്റ് പോർച്ചുഗൽ പുറത്തായതോടെയാണ് ക്രിസ്ത്യാനോ ലോകകപ്പ് ഇല്ലാതെ കരിയർ അവസാനിപ്പിക്കുന്നത്. CR7 വിടവാങ്ങൽ ആരാധകർക്ക് വലിയ വേദനയാണ്, അത് പറയേണ്ടതില്ലല്ലോ. ഇനി ഇന്നത്തെ മറ്റ് വിവരങ്ങളിലേക്ക് വന്നാൽ, രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കാൻ എണ്ണക്കമ്പനികൾ തയ്യാറാവുന്നുവെന്ന് അനൗദ്യോഗികമായ ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നല്ലത്, പ്രതീക്ഷിക്കാം. മറ്റൊട്ടേറെ കോടതി വാർത്തകളുമുള്ള ഒരു ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. അതോടൊപ്പം ഈ കരൂർ ദുരന്ത കേസുണ്ടല്ലോ, അതിൽ മന്ത്രിമാർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. അങ്ങനെ കോടതി വാർത്തകളും രാഷ്ട്രീയ വാർത്തകളുമായി സമ്പന്നമായ ഒരു വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. റൊണാൾഡോയുടെ ലോകകപ്പ് മോഹം പൊലിഞ്ഞു. സ്പെയിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റ് പോർച്ചുഗൽ പുറത്ത്. സ്പെയിന് ജയമൊരുക്കിയത് ഇഞ്ചുറി ടൈമിലെ ഗോൾ. USA-ക്കെതിരെ ബെൽജിയം 3-1 മുന്നിൽ. കെറ്റാലയ്ക്ക് ഇരട്ട ഗോൾ. ഇന്ന് രാത്രി 9:30 ആവേശ പോരാട്ടം. അർജന്റീനയും ഈജിപ്തും ഏറ്റുമുട്ടും. സ്വിറ്റ്സർലൻഡ് കൊളംബിയ മത്സരം രാത്രി 1:30 മുതൽ. PSCയിലെ പരീക്ഷാ ക്രമക്കേടിൽ ഇടപെടാൻ സർക്കാർ. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുറത്തുവരുന്ന രേഖകളിൽ ക്രമക്കേടിന് കൂടുതൽ തെളിവുകൾ ഉണ്ടാകുമെന്ന് സൂചന. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി യുവജന സംഘടനകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ നിർണായക നീക്കം. ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ ഓസ്ട്രേലിയയിലേക്ക് ത്രിരാഷ്ട്ര സന്ദർശനം. പ്രതിരോധം, ഊർജം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ച് കോടതി. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി MV ജയരാജന്റെ പരാമർശം ചർച്ചയാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPIയുടെ പരസ്യ പ്രതിഷേധം ചർച്ചയാവും. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഘോഷിച്ചു തുടങ്ങിയ പദ്ധതികൾ പാതി വഴിയിൽ. കോടികൾ മുടക്കി സ്ഥാപിച്ച KSEBയുടെ വൈദ്യുത ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതം. കരൂർ ദുരന്തക്കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ വിജയ് സർക്കാരിലെ മന്ത്രിമാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. അടിയന്തരമായി വാദം കേൾക്കുന്നത് DMK നൽകിയ ഹർജിയിൽ. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ആറാം ലോകകപ്പിലും കിരീടമില്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിനെ കീഴടക്കി സ്പെയിൻ ക്വാർട്ടറിൽ. മറുപടിയില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പാനിഷ് സംഘത്തിന്റെ ജയം. പകരക്കാരനായെത്തിയ മൈക്കിൾ മെറിനോ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളാണ് പോർച്ചുഗലിന്റെയും റൊണാൾഡോയുടെയും ഫൈനൽ പ്രതീക്ഷകൾ തകർത്തത്. മത്സരത്തിന്റെ 91-ാം മിനിറ്റിലായിരുന്നു മെറിനോ വിജയ ഗോൾ നേടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെൻഡസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ബെൽജിയം USA മത്സരത്തിലെ വിജയിയാണ് ക്വാർട്ടറിൽ സ്പെയിനിന്റെ എതിരാളികൾ. സ്പെയിനിന്റെ മിഡ് ബാക്ക് പ്ലെയർ മൈക്കൽ മെറിനോ എക്സ്ട്രാ ടൈമിൽ പോർച്ചുഗലിന്റെ പോസ്റ്റിലേക്ക് ഗോളടിച്ചപ്പോൾ സ്പെയിൻ ആരാധകർ ആവേശത്തിമർപ്പിലായി. ലോകകപ്പിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടുന്ന പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയതോടെ ഫൈനലിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്പെയിൻ ആരാധകർ. ഫുട്ബോൾ ക്ലബ്ബായ കാസർഗോഡ് അതിയാമ്പൂർ പാർക്കോ ക്ലബ്ബിൽ നിന്നും അനൂപ് നീലേശ്വരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. കളിയുടെ ആരംഭം മുതൽ തന്നെ സ്പെയിൻ പോർച്ചുഗലിന്റെ ഗോൾമുഖത്തേക്ക് പലതവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പൂർണ്ണ സമയം കഴിഞ്ഞ് 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ
ആദ്യ മിനിറ്റിനകം തന്നെ ഗോൾ അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സ്പെയിനിന്റെ ആരാധകർ അതുപോലെ തന്നെ പോർച്ചുഗലിന്റെ ആരാധകരും ഇവിടെ നമുക്കൊപ്പം ഉണ്ട്. പാർക്കോ ക്ലബിലെ കളിക്കാരും ആരാധകരും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല മത്സരമായിരുന്നു. നമുക്ക് മടുപ്പ് വരില്ല കളി. ആക്രമണം കുറവായിരുന്നു. അല്ലെങ്കിൽ സ്പെയിൻ കൂടുതൽ ആക്രമിച്ചുകൊണ്ട് കളിക്കായിരുന്നു. സ്പെയിനിൻ്റെ ആക്രമണം കുറവായിരുന്നു, പോർച്ചുഗലിൻ്റെ ആക്രമണം കുറവായിരുന്നു. പക്ഷേ എന്നാലും ഗോൾ ഫിനിഷിങ് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാ ഗോൾ ഫിനിഷിങ് പറ്റിയില്ല. സ്പെയിനിൻ്റെ അവസരം 90 മിനിറ്റ് കഴിഞ്ഞ് പ്രതീക്ഷയുണ്ടായിരുന്നു, സ്പെയിൻ ജയിക്കുന്നതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ 90 മിനിറ്റ് കിട്ടിയ അവസരം അത് ഫിനിഷ് ചെയ്തു. പക്ഷേ കളിയുടെ ആരംഭം മുതലേ ഒരു ആക്രമണോത്സവം ഉണ്ടായി. ആക്രമണം കുറവായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആക്രമണം ഉണ്ടായില്ല സ്പെയിൻ ഇത്ര ആക്രമണമല്ല, ഇതിനേക്കാൾ കൂടുതൽ ആക്രമിക്കലുണ്ട്. ആക്രമണം കുറവായിരുന്നു ഇപ്രാവശ്യം. എന്നാലും കളി പ്രതീക്ഷത്ര മുന്നോട്ട് പോയിനി, നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിച്ചു. എന്തായാലും ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ അതിൻ്റെ മുന്നേറ്റം തുടരുന്നത്. ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരത്തിൽ ആസ്ട്രിയയെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. തുടർന്ന് ഇന്ന് നടന്ന ഈ വാശിയേറിയ മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ സ്പെയിനിൻ്റെ ഒരു കടുത്ത ആരാധകൻ നമുക്കൊപ്പമുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ ജയിക്കുന്ന നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്നതല്ല, അതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഒരു ഗോൾ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ 35 കളിയായി ഇതുവരെ തോക്കാണ്ട് വന്ന് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു കളിയാണ്. 48-9 കളി തോക്കാണ്ട് കഴിഞ്ഞാൽ മൊറോക്കയും നമ്മളും മാത്രമല്ല ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഫോം നിലനിർത്തുന്ന ഒരു ടീമായിട്ടുള്ളത്. ബാക്കി ആൾക്കാരെന്നെല്ലാം പറഞ്ഞാൽ ഒരു കളി കളിക്കും, അടുത്ത കളി ചിലപ്പോൾ ഫോമില്ലാണ്ടായിരിക്കും. നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ കളിക്കുന്ന ടീം ഒന്ന് സ്പെയിൻ ഒന്ന് മൊറോക്കയാണ് ഞാൻ ഈ വേൾഡ് കപ്പിൽ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഫൈനലുണ്ടാവും, ഇത്രേ പറയാനുള്ളൂ. ഇപ്രാവശ്യവും വേൾഡ് കപ്പ് അർജൻറ്റീന തൂക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. മെസ്സിയുടെ ഒരു മാജിക് നാളെ മുതൽ കാണാൻ പറ്റും. ഇന്നത്തെ കളിയിൽ രണ്ടും ടൈറ്റ് മാച്ചായിരുന്നു. സ്പെയിനും പോർച്ചുഗലും ടൈറ്റ് മാച്ചായിരുന്നു. സ്പെയിൻ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അതങ്ങനെ തന്നെ ലാസ്റ്റ് നിമിഷം സ്പെയിൻ ഗോളടിച്ചു, സ്പെയിൻ ജയിക്കുകയും ചെയ്തു. കളിനെ കുറിച്ചിട്ട് നല്ല കളി കളിച്ചു. രണ്ട് ടീം നല്ല മാച്ചായിരുന്നു, ടൈറ്റ് മാച്ചാണ്. പിന്നെ സ്പെയിൻ ജയിച്ചുകൊണ്ട് നല്ല സന്തോഷം. സ്പെയിനിന് കൂടുതൽ ആരാധകരുള്ള ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട് അതിയാമ്പൂർ പ്രദേശം, പ്രത്യേകിച്ച് പാർക്കോ ക്ലബ്ബ് കേന്ദ്രീകരിച്ച്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് കീഴടക്കി ലോകകപ്പിന്റെ ക്വാർട്ടറിലേക്ക് കടന്ന സ്പെയിൻ പുതിയ ലോക റെക്കോർഡ് കുറിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ വഴങ്ങാത്ത ടീം എന്ന റെക്കോർഡാണ് സ്പെയിൻ പോർച്ചുഗലിന് എതിരായ മത്സരത്തിലൂടെ സ്വന്തമാക്കിയത്. 2022 ലോകകപ്പിൽ മൊറോക്കോയ്ക്കെതിരായ മത്സരം മുതൽ ലോകകപ്പിലെ 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും സ്പെയിൻ ഗോൾ വഴങ്ങിയിട്ടില്ല. 1990 ഇറ്റലിയും 2010 കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡും സ്ഥാപിച്ച റെക്കോർഡാണ് സ്പെയിൻ തിരുത്തിയത്. USA ബെൽജിയം മത്സരം പുരോഗമിക്കുന്നു. കെറ്റാലയുടെ ഇരട്ട ഗോളിലൂടെ ബെൽജിയം 3-1 മുന്നിലാണ്. 2014 ലോകകപ്പിലെ ആവേശകരമായ നോക്കൌട്ട് മത്സരത്തിന് ശേഷം ഇരു ടീമുകളും വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെ നേരിടും. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ രാത്രി 9:30 മത്സരം. റൗണ്ട് ഓഫ് 32-വിൽ കേപ്പ് വെർദയോട് 2-3 ഗോളുകൾക്ക് ജയിച്ച അർജന്റീന ആത്മവിശ്വാസത്തോടെയാണ് ഇന്നിറങ്ങുന്നത്. ഷൂട്ടൌട്ടിൽ ഓസ്ട്രേലിയയെ മറികടന്നാണ് മുഹമ്മദ് സലായുടെ ഈജിപ്ത് ആദ്യ പ്രീ ക്വാർട്ടറിന് തയ്യാറാവുന്നത്. മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് കൊളംബിയയെ നേരിടും. രാത്രി 1:30 മത്സരം. ഇനി ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. പരീക്ഷാ ക്രമക്കേടിൽ PSCക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിനിടെ ഇടപെടാൻ ഒരുങ്ങുന്നു സർക്കാർ. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പുറത്തുവരുന്ന രേഖകളിൽ ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഉൾപ്പെടെ യുവജന സംഘടനകൾ PSC ആസ്ഥാനത്ത് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ ചേരുകയാണ്. എബി ഉണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. എബി, PSC പരീക്ഷാ ക്രമക്കേടിലെ പ്രതിഷേധം അത് ശക്തമാവുകയാണ്. അതിനിടയിൽ ഇപ്പോൾ നാളെ ക്യാബിനറ്റുണ്ട്. ക്യാബിനറ്റിലൊരു ഉന്നതതല അന്വേഷണം, അതിനുള്ളൊരു പ്രഖ്യാപനം, അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ എബി?
മായ, PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് സർക്കാരിന്റെ നിരീക്ഷണത്തിൽ കൂടിയാണ് എന്നുള്ളതാണ്. സർക്കാർ ഇന്ന് ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഇന്നലെ അദ്ദേഹം അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ക്യാബിനറ്റിന് മുമ്പായി തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ്. അങ്ങനെ ആ റിപ്പോർട്ട് ക്യാബിനറ്റിന് മുമ്പ് തന്നെ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ക്യാബിനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ സർക്കാർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഉന്നതതല അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ PSC ആസ്ഥാനത്ത് നമ്മൾ കണ്ടിരുന്നു. ചെയർമാനെതിരെ പോലും വലിയ രീതിയിൽ ഇന്നലത്തെ യോഗത്തിൽ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധ സ്വരങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. PSCയെ വഞ്ചിക്കുന്ന നിലപാടാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതായിരുന്നു. PSCയുടെ വിശ്വാസ്യത തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ വിജിലൻസ് SP യെ കൊണ്ട് തന്നെ, ആഭ്യന്തര വിജിലൻസ് SP യെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സൂചന നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ, അത് ഏത് വിധേനയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടത്, ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നാളത്തെ ക്യാബിനറ്റ് അത് വിശദമായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ക്രമക്കേടുകളെല്ലാം ഏത് വിധേനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ സൂചന നൽകുന്ന ഒന്നാണ്. കാരണം വർഷങ്ങളായി, കാലങ്ങളായി ഇത്തരത്തിൽ ഈ PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാൻ PSC തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രേഖ കൃത്യമായി നൽകണം, 7 ദിവസത്തിനുള്ളിൽ നൽകണമെന്നതാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷനും അത്തരത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടി വരുമ്പോൾ ഏതെല്ലാം വിധത്തിൽ നമ്മൾ ഇതുവരെയും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ അത്തരത്തിൽ വലിയ രീതിയിൽ തിരിമറികൾ നടത്തുന്നു. പരീക്ഷ എഴുതി വരുന്ന ആളുകൾ അതിനുശേഷം റിട്ടൺ ടെസ്റ്റിൽ മികച്ച മാർക്ക് നേടുന്ന ആളുകളെ ഇന്റർവ്യൂവിലേക്ക് എത്തുമ്പോൾ അവിടെ മാർക്ക് കുറച്ച് അവർക്ക് ആ ജോലി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷകളുടെ മാർക്ക് കൃത്യമായി ഈ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം എന്നുള്ള നിർദ്ദേശം, അവരാവശ്യപ്പെട്ടാൽ സ്വാഭാവികമായി നൽകണമെന്ന നിർദ്ദേശം വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കൂടി വരുമ്പോൾ എത്രമാത്രം വലിയ ഒരു തട്ടിപ്പാണ്, ക്രമക്കേടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത കൂടി വരികയും ചെയ്യും. എന്തായാലും സർക്കാർ ഈ വിഷയം ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. നാളെ ചേർന്ന ക്യാബിനറ്റിൽ നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടാകുമായ. ശരി, AB ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നാളത്തെ ക്യാബിനറ്റ് നിർണായകം തന്നെയാണ്. ഒരുപക്ഷെ ഈ പരീക്ഷാ ക്രമക്കേടിൽ PSCക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ ഒരു ഉന്നതതല അന്വേഷണം ക്യാബിനറ്റ് പ്രഖ്യാപിച്ചേക്കാം. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 10 പേരുടെ ജാമ്യാപേക്ഷയിലാണ് വിധി പറയുക. കേസിൽ 25 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ആക്രമണവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കോടതി നേരിട്ട് പരിശോധിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇത്തരം പരിശോധനകൾ പാടില്ലെന്നും വിചാരണ വേളയിലാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും അത് കോടതി തള്ളുകയായിരുന്നു. പിണറായി വിജയന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. കേസിൽ കക്ഷി ചേർന്ന ED നിലപാട് വ്യക്തമാക്കിയിരുന്നു. CPMനെ പ്രതിരോധത്തിലാക്കി MV ജയരാജന്റെ പരാമർശം ചർച്ചയാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരാൻ പോകുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPIയുടെ പരസ്യ പ്രതിഷേധവും ചർച്ചയായേക്കും. ഇടതുമുന്നണി യോഗം ചേരുന്നതിലും തീരുമാനം ഉണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ ചേരുകയാണ്. വീണ്ടും എബി, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്, ഒട്ടേറെ വിഷയങ്ങളുണ്ട്. എന്നാലും പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ MV ജയരാജന്റെ ആ ഒരു പരാമർശമുണ്ടല്ലോ, തെറ്റുതിരുത്തൽ രേഖ, അതൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെയായിരിക്കും അല്ലേ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക?
ആ നിലയ്ക്കൊരു പൊതു ചർച്ചയിലേക്ക് പോകാനുള്ള സാഹചര്യം കുറവാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചെങ്കിൽ മാത്രമേ ഈ യോഗത്തിൽ അത് ചർച്ചയ്ക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് അവർ പുറത്തേക്ക് ഇതൊരു വിഷയമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനകളുടെ ഒരു ക്രോഡീകരിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് എന്ന് തന്നെയാണ് ആവർത്തിച്ച നേതാക്കൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും MV ജയരാജന്റെ ആ ഒരു ഇത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കുറ്റസമ്മതം പോലെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇത് എത്രമാത്രം നേതൃത്വം ഇതിനെ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും നമുക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും അത് കൃത്യമായ രീതിയിൽ അവിടേക്ക് ഒരു ഗൗരവമുള്ളൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ എന്ന് തന്നെയാണ് പ്രധാനമായും. പക്ഷേ എബി, ഈ MV ജയരാജന്റെ ആ പരാമർശമുണ്ടല്ലോ, അത് പാർട്ടിക്കുള്ളിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ പ്രതികരണം വന്നപ്പോൾ തന്നെ, പരാമർശം വന്നപ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ്. അത് ഉന്നയിക്കപ്പെടില്ലേ സെക്രട്ടേറിയറ്റിൽ? അത് തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ ഒരു സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിലേക്ക് ഒരു ചർച്ചയിലേക്കോ ആ നിലയ്ക്കോ ഒരു കാര്യങ്ങളിലേക്കോ പോകാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കാരണം ഇവർ ഏതാണ്ട് ഒരേ മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയുള്ള ആളുകളൊക്കെ തന്നെയാണ്. നേതൃത്വത്തിനെതിരെ നേതൃത്വം തന്നെ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലൊരു വിമർശനങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ നിലപാട് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ മറ്റൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അതിന് കാര്യമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രതികരണം വന്നതിന് ശേഷം നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും ഉണ്ട്. സ്വാഭാവികമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും അതൊന്നും അല്ല പ്രധാനപ്പെട്ട അജണ്ട. മറിച്ച് നിരവധിയായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്, സമരങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. കാരണം സർക്കാരിനെതിരെ നിലവിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിലേക്കൊക്കെ ഏതു വിധേനയാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാവും സ്വാഭാവികമായ ഒരു അജണ്ട എന്ന നിലയിൽ ഈ യോഗത്തിലേക്ക് വരിക എന്നുള്ളതാണ്. മറിച്ച് ഏതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാൽ അത് സ്വാഭാവികമായും ചർച്ചയിലേക്ക് വരുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും CPI നിരന്തരമായി ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഉപനേതാവ് സ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉന്നയിക്കുന്നു. അതിൽ കൃത്യമായും CPM-ന് അതൃപ്തിയുണ്ട്. പരസ്യമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു, അത് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്യമായി അതിന്റെ പ്രതികരണങ്ങൾ നടത്തുന്നു തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെയും അവർക്ക് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഉണ്ട് എന്നുള്ളതാണ്. ഈ മുന്നണി യോഗത്തിലേക്കൊക്കെ തന്നെ പോകുന്നതിനും അതൊരു വലിയ തടസ്സമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയാവും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക. ശരി, എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ കൂട്ട പിരിച്ചുവിടൽ നടന്ന കോറോ ഹെൽത്ത് ഓഫീസിൽ നിന്നും കോറോ ഹെൽത്ത് ഓഫീസിൽ ഇന്നും ജീവനക്കാർ എത്തും. ഇവരെ തടഞ്ഞാൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, വെള്ളിയാഴ്ചയാണ് മന്ത്രിതല ചർച്ച ഈ വിഷയത്തിൽ. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. അതിന് മുന്നോടിയായി ഇപ്പോൾ വീണ്ടും ഇന്നും ജീവനക്കാർ ഓഫീസിൽ എത്താനുള്ളൊരു സാധ്യത അത് കാണുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം MLA ഉമാ തോമസ് ഇവർ ചേർന്നാണ് കമ്പനി പ്രതിനിധികളുമായി, അത് കമ്പനിയുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല, ലീഗൽ അഡ്വൈസർ പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്, അവരുമായിട്ട് ചർച്ച നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കമ്പനിയിലെത്തുന്ന ജീവനക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് കമ്പനി പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. അവർക്ക് വർക്കും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് സാധാരണ പോലെ തന്നെ ഓഫീസിലേക്ക് കയറാനും അവിടെ എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിരിക്കും, സാധാരണ പോലെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 10-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു ചർച്ച, ഈ വിഷയത്തിൽ ഒരു മന്ത്രിതല ചർച്ച നടക്കുക. മാത്രമല്ല ഇന്ന് കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണറാണ് ഇതിൽ എത്തി നേരിട്ട ചർച്ച നടത്തിയത്. ഇന്ന് ലേബർ ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഓഫീസറും അവർ രണ്ടുപേരും ഇന്ന്
കമ്പനിയിലെത്തി തന്നെ രാവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഒരു അനിഷ്ട സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ വലിയ പ്രതിഷേധങ്ങളിലേക്കോ ഒക്കെ പോകാതെ രമ്യമായി ഇത് പരിഹരിക്കാം എന്നാണ്. പ്രത്യേകിച്ച് 10-ാം തീയതി വരെയെങ്കിലും ഇത് ഈ വിധത്തിൽ ഒരു പ്രതിഷേധമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ കൊണ്ടുപോകണം എന്നതാണ് പ്രധാനമായും ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇരുകൂട്ടരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഒരു ധാരണയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാ കമ്പനി അധികൃതർ ഈ ജീവനക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകാം എന്നുള്ള ഒരു വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജീവനക്കാർ ഓഫീസിൽ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം മന്ത്രിതല ചർച്ചയിൽ ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ പ്രതിനിധികളും യൂണിയൻ പ്രതിനിധികളും എല്ലാവരും ഉണ്ടായിരിക്കും. അതിലാണ് പ്രധാനമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. ഈ മുൻകൂർ നോട്ടീസ് നൽകാതെ അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കാതെ 300-ലധികം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ സർക്കാരിനെ അറിയിക്കാതെ ഇത്തരത്തിലുള്ള ഒരു നടപടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നിയമവീഴ്ചയാണ് എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിലുള്ളത്. ഏതായാലും വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച ചർച്ച ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇവരുടെ മറ്റ് നടപടിക്രമങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. ഈ കമ്പനിയെ പൂർണ്ണമായും കേൾക്കുക, അതോടൊപ്പം തന്നെ ജീവനക്കാരെയും പൂർണ്ണമായി കേട്ടതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഇതിൽ സർക്കാരും എടുക്കുക. സർക്കാരിന്റെയും ഒരു നിലപാട് അക്കാര്യത്തിൽ വെള്ളിയാഴ്ചയായിരിക്കും വ്യക്തമാക്കുക. മായ. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. കൊറോ ഹെൽത്ത് ഓഫീസിൽ ഇന്നും ജീവനക്കാർ എത്തും. ഇവരെ തടഞ്ഞാൽ പ്രതിഷേധത്തിന് സാധ്യതയും കാണുന്നുണ്ട്. തമിഴ്നാട്ടിലെ കരൂർ ദുരന്തക്കേസിൽ മന്ത്രിമാർ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. DMK ആണ് വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിലെ സാക്ഷികളെ മന്ത്രിസഭാംഗങ്ങൾ സ്വാധീനിക്കുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. CBI അന്വേഷണം നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിജയ്, മന്ത്രി ആദവ് അർജുന എന്നിവർ കേസുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിർണായക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ പ്രോട്ടോകോൾ മാറ്റിവെച്ച് ജക്കാർത്ത വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തി. പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിൽ അവരുടെ വ്യോമസേനാ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകി. ചരിത്രപ്രസിദ്ധ ക്ഷേത്ര നഗരമായ യോഗകാർത്ത അദ്ദേഹം സന്ദർശിക്കും. ഇന്ന് നടക്കുന്ന ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം പ്രതിരോധം, സമുദ്ര സുരക്ഷ, ഡിജിറ്റൽ കണക്ടിവിറ്റി, നിർണായക ധാതുക്കൾ, വ്യാപാരം, നിക്ഷേപം, ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. കൂടാതെ ഇന്തോനേഷ്യയിലെ ഇന്ത്യക്കാരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കും. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നേരെ എത്തുക ഓസ്ട്രേലിയയിലേക്കാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ ക്ഷണപ്രകാരം ജൂലൈ 8 മുതൽ 10 വരെയാണ് മോദിയുടെ സന്ദർശനം. സന്ദർശനവേളയിൽ ഇരു നേതാക്കളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഗവർണർ ജനറൽ സോ മോസ്റ്റിനെയും പ്രധാനമന്ത്രി സന്ദർശിക്കും. അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണത്തിനായി സിഇഒയെ നിയമിക്കുന്നതിന് സമിതി രൂപീകരിച്ചു. ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗത്തിലാണ് ഈ തീരുമാനം. അതേസമയം രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ വിലപിടിപ്പുള്ള സംഭാവനകൾ സുരക്ഷിതമാണെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കി. സ്വർണം പൂശിയ രാമചരിതമാനസം ട്രസ്റ്റ് യോഗത്തിൽ ഹാജരാക്കി. സംസ്ഥാനത്ത് കോടികൾ മുടക്കി സ്ഥാപിച്ച KCBയുടെ വൈദ്യുത ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയാകുന്നു. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ വലിയ പ്രചരണത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് അധികൃതരുടെ അവഗണന മൂലം വഴിമുട്ടുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം പത്തനംതിട്ട, തിരുവല്ല, പമ്പ എന്നിവിടങ്ങളിലായി സ്ഥാപിച്ച പ്രധാന ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനരഹിതവുമാണ്. കേരളത്തിലെ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് പ്രഖ്യാപിച്ചാണ് KCB വിവിധ സ്ഥലങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. എന്നാൽ കോടികളുടെ പൊതുപണം മുടക്കിയ ഈ പദ്ധതി ഇന്ന് അവഗണനയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ഒരു ചാർജിംഗ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെ പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ കാണാൻ കഴിയില്ല. പകരം മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 1000-ൽ പരം പോൾ മൗണ്ട് ചാർജിംഗ് സ്റ്റേഷനുകളും 100-ൽ പരം പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുമാണ് KCB സജ്ജമാക്കിയത്. എന്നാൽ നിലവിൽ ഇതിൽ ഭൂരിഭാഗവും പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. KCBയുടെ ചാർജിംഗ് സ്റ്റേഷൻ സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ട് പലയിടത്തും ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ പൈസ എല്ലാം ചാർജ് ചെയ്തിട്ട് റീചാർജ് ചെയ്തതിന് ശേഷമാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഇത്
ഒരിക്കലും ചാർജ് ആവാൻ കണക്ഷൻ ആകുകയില്ല. ഏറ്റവും അവസാനം നമ്മൾ അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളത് വിളിക്കുമ്പോൾ അവർ കുറേ നേരം അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മുടെ ഫോണിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം ഈ പൈസ അതിനകത്ത് കിടക്കുമെന്നല്ലാതെ ചാർജ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥയാണ് നമുക്കിപ്പം. അത് ശരിയാക്കേണ്ടതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് താനും, എന്നാൽ അത് ശരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. KSEBയുടെ സ്വന്തം സ്ഥലത്താണ് സ്റ്റേഷനുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ചാർജിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി കരാറെടുത്ത കമ്പനി കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ലെന്നാണ് പ്രധാന പരാതി. പലയിടത്തും സോഫ്റ്റ്വെയർ തകരാറുകളോ കേബിൾ കേടുപാടുകളോ ഉണ്ടായാൽ മാസങ്ങളോളം അത് പരിഹരിക്കപ്പെടാതെ കിടക്കും. അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കേണ്ട KSEB അധികൃതരാകട്ടെ ഇതിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കുമില്ല. ഇലക്ട്രിസിറ്റി ഓഫീസിൽ അവർ വെച്ചിട്ടില്ലേ, അത് പണ്ടത്തെ കണ്ണാണ്. അത് ഇപ്പോഴത്തെ ഒരു കാരണം ഉപയോഗിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പോസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ എവിടെ ചെന്നാലും നമ്മൾ ഓടി അവിടെ എത്തുമ്പോഴായിരിക്കും നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് എനിക്കും പറ്റിയിട്ടുണ്ട്. കോഴഞ്ചേരിയിൽ ഒരെണ്ണമുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് പോയപ്പോൾ പുത്തൻപീടിയ മോണ്ട്രയുടെ ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്, അതും വർക്ക് ചെയ്യുന്നില്ല. കുമ്പഴ ഉണ്ടൊരെണ്ണം, അതും വർക്ക് ചെയ്യുന്നില്ല. അതിപ്പോൾ പാർക്കിംഗ് ആണ്, പ്രൈവറ്റ് വണ്ടികളുടെ പാർക്കിംഗ് ആയിട്ട് കിടക്കുകയാണ് KSEBയുടെ അത്രയും. സർക്കാർ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെ EV ഉടമകൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ചാർജിംഗ് സ്റ്റേഷനുകളെയാണ്. ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് KSEB സ്വന്തം സ്റ്റേഷനുകളിലെ തകരാറുകൾ പരിഹരിക്കാൻ മടിക്കുന്നത് എന്ന ആക്ഷേപം ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്കിടയിൽ ശക്തമാണ്. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തെക്കുറിച്ച് സർക്കാർ വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോഴും നിലവിലുള്ള സൗകര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോടികളുടെ പൊതുമുതൽ ഇനി എന്നാണ് വീണ്ടും ഒരു ചാർജ് വീണ്ടെടുക്കുക എന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ രതീഷ് മാഡ്ബേശ്വലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. HAL കമ്പനിയുടെ പൂട്ടിപ്പോയ ജലശുദ്ധീകരണശാല മുനിസിപ്പാലിറ്റിക്കായി വിട്ടുകൊടുക്കണമെന്ന ഏലൂർ നഗരസഭയുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. പൊതുമേഖലാ സ്ഥാപനമായ HALന്റെ അധീനതയിലുണ്ടായിരുന്ന ഏലൂരിലെ ജലശുദ്ധീകരണശാലയാണ് പൊളിച്ചു നീക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ ജലശുദ്ധീകരണശാല പൊതുജനങ്ങൾക്കായി വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയ അപേക്ഷ ഈ സർക്കാരെങ്കിലും പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലാണ് ഏലൂരിൽ പ്രവർത്തിച്ചിരുന്ന HAL ജലശുദ്ധീകരണശാല അടച്ചുപൂട്ടുന്നത്. കമ്പനിയുടെ പ്രവർത്തനം നിലച്ചതോടെയായിരുന്നു നടപടി. കമ്പനിയുടെ ആവശ്യത്തിനായി പെരിയാറിൽ നിന്നും ജലമെടുത്ത് ശുദ്ധീകരിക്കുന്നതായിരുന്നു പ്ലാന്റ്. ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റ് പൊതുജനങ്ങളുടെ ആവശ്യത്തിനായി വിട്ടുകിട്ടണമെന്നായിരുന്നു നഗരസഭയുടെ ആവശ്യം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്താൻ ഇത് സഹായകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരമൊരു ആവശ്യം നഗരസഭ സർക്കാരിന് മുന്നിൽ വെച്ചത്. കമ്പനി നിർത്തിയതിനു ശേഷം പ്ലാന്റ് പൂർണ്ണമായി അടച്ചിടുകയും ആ സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും എല്ലാ രീതിയിലും നല്ലൊരു സംവിധാനത്തിൽ നിന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അത് പൂട്ടിക്കിടന്നു. ആ സമയത്ത് തന്നെ ഏലൂർ നഗരസഭ കൗൺസിൽ യോഗം കൂടി ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നഗരസഭയ്ക്കായി വിട്ടുതരണമെന്ന് പറഞ്ഞു. കുടിവെള്ളത്തിന് രൂക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ ഈ നഗരസഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നഗരസഭയ്ക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നൊരു പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട സർക്കാരിന് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് കൊടുക്കുകയും എല്ലാം ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അപേക്ഷ നൽകിയെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല. ഈ സർക്കാരെങ്കിലും നഗരസഭയുടെ ആവശ്യം പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം, കേരള സർക്കാർ ഏറ്റെടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. FACTയിൽ നിന്നും HAL പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ജലശുദ്ധീകരണശാല പ്രവർത്തിച്ചിരുന്നത്. ഇത് തിരികെ നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്നതിനാലാണ് പ്ലാന്റ് പൊളിച്ചുമാറ്റി ഭൂമി വിട്ടു നൽകാൻ HAL ഒരുങ്ങുന്നത്. അതിനിടെ പ്ലാന്റിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന യന്ത്രങ്ങളും നഷ്ടമായി. ഇവിടെ നിന്നും ഇവ മോഷ്ടിച്ചതായാണ് കണ്ടെത്തൽ. ഏലൂരിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു ജലശുദ്ധീകരണശാല അടച്ചുപൂട്ടിക്കിടക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കായി വിട്ടുകിട്ടണമെന്നുള്ളൊരാവശ്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. HAL ഈ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തെ ലഹരി മുക്തമാക്കാനുള്ള
ആഭ്യന്തര വകുപ്പിന്റെ ജനകീയ ദൗത്യമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് കൊല്ലത്ത് നടക്കും. വൈകിട്ട് 4 മണിക്ക് കൊല്ലം കോർപ്പറേഷൻ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ സംഗമത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം വനിതകൾ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക, അതോടൊപ്പം സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുക, ഇതൊക്കെയാണല്ലോ ഈ തൂഫാൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളുടെയൊക്കെ ഉദ്ദേശം. അതുതന്നെയല്ലേ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ വനിതാ സംഗമത്തിൻ്റെയും പ്രധാന ലക്ഷ്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ ജനകീയമാക്കുന്നതിനും കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ കണ്ടെത്തലുകളും കൂടുതൽ ഈ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജ്വാല 2026 വനിതാ സംഗമം എന്നുകൂടിയാണ് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നത് മൂലം കൂടുതലും സംഭവിക്കുന്ന കുടുംബങ്ങൾ ശിഥിലമാകുന്നു. ആ കുടുംബങ്ങളിൽ സാധാരണയായി സ്ത്രീകൾക്കും അമ്മമാർക്കും ഒക്കെ നേരിടുന്ന പലവിധ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വനിതകളെ ഈ ഒരു പോരാട്ടത്തിലേക്ക് മുന്നിട്ടിറക്കിക്കൊണ്ട്, അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള പോലീസ് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പലയിടത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ പലയിടങ്ങളിലും ലഹരി വ്യാപനം തടയുന്നതിന് കേരള പോലീസിന് സാധിക്കുന്നു. കൊല്ലം ജില്ലയിലും അത്തരത്തിലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ ഡാൻസ് ഓഫ് എന്ന പ്രത്യേക സംഘം, അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലും നിരവധി കേസുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഈ തൂഫാന്റെ ഭാഗമായിട്ട് മാത്രം 563 കേസുകൾ കൊല്ലം ജില്ലയിൽ കൊല്ലം സിറ്റി പോലീസിന്റെ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ 355 കേസുകൾ NDPS നിയമപ്രകാരവും 208 കേസുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. ഏറ്റവും കൂടുതൽ ഈ കൊല്ലം സബ് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, 246 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പിന്നീട് ചാത്തന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലും ഒക്കെ തന്നെ നിരവധി കേസുകൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ഇവരുടെ പരിശോധനകളിലും ഈ റെയ്ഡുകളിലും ഒക്കെ വ്യക്തമാകുന്നത് ഈ ഓപ്പറേഷൻ തൂഫാന് തൊട്ട് മുൻപ് വരെ രാസലഹരി, അതായത് MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത് പോലീസ് സമ്മതിക്കുന്നുണ്ട്. കാര്യം രാസലഹരി കൂടുതലായി കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നില്ല, കേരള പോലീസിന്. അല്ലെങ്കിൽ ഈ ജില്ലയിൽ ഇത്തരത്തിൽ ഇതിന്റെ ഒരു കടന്നുവരവ് ബാംഗ്ലൂരിൽ നിന്നും മറ്റുമൊക്കെയാണ് ഇത്തരം രാസലഹരി പദാർത്ഥങ്ങൾ ഇവിടേക്ക് വ്യാപകമായി എത്തുന്നത്. ഇത് തടയുന്നതിന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം പോലീസ് സംവിധാനം നേരിടുന്നുണ്ട്. പക്ഷേ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും ഒപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ പിടികൂടുന്നതിന് പോലീസിന് സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനൊക്കെ ഒരു തടസ്സമായി, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് രാസലഹരി MDMA ഈ ജില്ലയിലേക്കുള്ള വരവിനെ തടയുന്നതിന് ഈ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം കുട്ടികളുടെ ഇടയിൽ ഇത് കൂടുതൽ വ്യാപകമാകുന്നു. വിദ്യാർത്ഥികൾ തന്നെ ഇതിന്റെ വിതരണക്കാരും ഒപ്പം ഇതിന്റെ എത്തിക്കുന്ന ആൾക്കാരും ഒക്കെയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് കൊല്ലം ജില്ലയെ ലഹരി മുക്തമാക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായി ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് കൊല്ലം സാക്ഷിയാകുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ആണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ പരിപാടിയുടെ സംഘാടകർ കൊല്ലം സിറ്റി പോലീസ് ആണ്. ഒപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ജില്ലയിൽ നിന്നുള്ള MLA-മാരും മന്ത്രിമാരും ഒപ്പം ജനപ്രതിനിധികളും MP-മാരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം ഈ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു ജ്വാല കൂട്ടായ്മയും ഒപ്പം ഒരു സന്ദേശ യാത്രയും ഒക്കെ ഈ പരിപാടിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ജില്ലയിലേക്ക് എത്തുന്ന ലഹരി വ്യാപനം അത് തടയുക, ലഹരിയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കൊല്ലം സിറ്റി പോലീസ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലത്ത് തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജ്വാല 2026 വനിതാ സംഗമം ഇന്ന് വൈകിട്ട് കൊല്ലത്ത് നടക്കും. മറ്റു വാർത്തകളിലേക്ക്. അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഭൗതിക ശരീരം വിശുദ്ധ നഗരമായ കോമോയിൽ എത്തിച്ചു. തലസ്ഥാനമായ ടെഹ്റാനിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വൻ വിലാപയാത്രയ്ക്ക് ശേഷമാണ് ശരീരം കോമിലെത്തിച്ചത്. ഫെബ്രുവരി 28-നുണ്ടായ US-ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയുടെ
ഗംനയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 4 അംഗങ്ങളുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ട്രക്ക് നഗരത്തിൻ്റെ പടിഞ്ഞാറുള്ള ആസാദി ചത്തുരത്തിലാണ് ഇപ്പോഴുള്ളത്. ഇന്ന് കോമിലും നാളെ ഇറാഖിലെ വിശുദ്ധ നഗരങ്ങളായ നജാഫ്, കർബല എന്നിവിടങ്ങളിലും വിലാപയാത്ര നടക്കും. കറുത്ത വസ്ത്രം ധരിച്ച ജനങ്ങൾ ശവപ്പെട്ടികൾക്കുമേൽ പൂക്കൾ അർപ്പിച്ചു. കൊല്ലപ്പെടുമ്പോൾ വെറും 14 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ഖമേനിയുടെ കൊച്ചുമകളുടെ ചെറിയ ശവപ്പെട്ടിയും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്ര ചടങ്ങുകളുടെ 3-ാം ദിവസമായിട്ടും ഖമേനിയുടെ പിൻഗാമിയും മകനുമായ മുജ്തബ ഖമേനിയെ പൊതുവേദിയിൽ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മരണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം പുതിയ ചുമതലയിൽ നിയമിതനായതു മുതൽ അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാൻ പോകുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്ന് വിലയിരുത്തലിലാണ് റിബേഷ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിക്ക് മുമ്പാകെ ജാമ്യാപേക്ഷ നൽകിയത്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ SIT റിബേഷിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. റിബേഷിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് കേസിലെ പ്രതിയായ CPM നേതാവ് ജിതിൻ ഭാസ്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കോട്ടയം നഗരത്തിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ് തട്ടുകടകളും ബജ്ജിക്കടകളും. എന്നാൽ നഗരസഭയുടെയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയോ ലൈസൻസ് ഇല്ലാതെയാണ് ഇവയിൽ പലതും പ്രവർത്തിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ കടകളിൽ പരിശോധനകളും കാര്യമായി നടക്കാറില്ല. ഇത്തരം സ്ഥാപനങ്ങൾ സമയ നിയന്ത്രണം പാലിക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. വൈകുന്നേരമായാൽ കോട്ടയം നഗരത്തിലെ ഒട്ടുമിക്ക വഴികളിലുമുണ്ട് ബജ്ജിക്കടകളും തട്ടുകടകളും. എത്ര കടകളുണ്ടെങ്കിലും ഭക്ഷണം വാങ്ങാനും കഴിക്കാനും എത്തുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല. എന്നാൽ ഇത്തരം കടകളിൽ വലിയൊരു ശതമാനവും ഒരുവിധ ലൈസൻസുകളും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുമില്ല. ഓരോ ദിവസത്തെയും കച്ചവടം അവസാനിപ്പിച്ചു പോകുമ്പോൾ പല കടകളിലെയും മേശകളും ഇരിപ്പിടങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ വഴിയരികിലോ തൊട്ടടുത്ത പറമ്പിലോ വെയിലും മഴയും പൊടിയും ഒക്കെ ഏറ്റ് കിടക്കുന്നുണ്ടാവും. തട്ടുകടകളുടെയും ബജ്ജിക്കടകളുടെയും പ്രവർത്തനം വൈകുന്നേരമായതിനാൽ നഗരസഭയിലെയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെയോ ജീവനക്കാർ കാര്യമായ പരിശോധനകളൊന്നും നടത്താറുമില്ല. പല കടകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതടക്കമുള്ള ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഹെൽത്ത് കാർഡുകൾ പോലുമില്ല. മാത്രമല്ല പലതും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് മുൻപ് തുറക്കുകയും സമയപരിധി അവസാനിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അടയ്ക്കുകയും ചെയ്യുന്നവയാണ്. രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ തട്ടുകടകളിൽ ഒന്നും തന്നെ പരിശോധന നടക്കുന്നില്ല. ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെടാനുള്ളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിജിലൻസ് സ്ക്വാഡ് എല്ലാ ജില്ലകളിലും അടിയന്തരമായി രൂപീകരിക്കണം. അത്തരത്തിലൊരു സ്ക്വാഡില്ലാതെ ഇത്തരത്തിൽ ഈ പറയുന്ന വലിയ തോതിൽ ഈ പറയുന്ന പ്രചാരണങ്ങൾ നടത്തിയതുകൊണ്ട് ഭക്ഷണത്തിൽ ശുദ്ധമായ ഭക്ഷണമാണ് ജനങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഒരു ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്താൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന കടകളിലെല്ലാം വ്യാപക പരിശോധനകൾ നടത്തുന്ന ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങൾ തട്ടുകടകളിലേക്കും ബജ്ജിക്കടകളിലേക്കും തിരിഞ്ഞു നോക്കാറില്ല. മലിനജലം ഒഴുകുന്ന ഓടകൾക്ക് മുകളിലാണ് ഇത്തരം കടകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. അവശേഷിക്കുന്നവയിൽ കൂടുതലും നടപ്പാതകൾ കയ്യേറി പ്രവർത്തിക്കുന്നവയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ വിലയിൽ തെല്ലും കുറവില്ല. പരിശോധനകൾക്ക് വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല എന്നതാണ് നഗരസഭയും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഉയർത്തിക്കാട്ടുന്ന ന്യായം. അതേസമയം പരിശോധനകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരസാധനങ്ങൾ പിടിച്ചെടുത്താലും ശിക്ഷ പിഴയടയ്ക്കലിൽ മാത്രം ഒതുങ്ങും. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം വിളമ്പിയ സ്ഥാപനങ്ങളുടെ പേരുകൾ പോലും പുറത്തു വരാറുമില്ല. അമൃത ന്യൂസ്, കോട്ടയം. പരിമിതികളിൽ വഴിമുട്ടിയ കോഴിക്കോട് ചെറുപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ശാപമോക്ഷം. 24 മണിക്കൂർ പ്രവർത്തനം നിലച്ചത് ഉൾപ്പെടെ സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കിയിരുന്നുവെങ്കിലും ആശുപത്രിയെ അത്യാധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമാക്കി വികസിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആശുപത്രി സംരക്ഷണ സമിതിയുടെ പ്രതിഷേധങ്ങൾക്കിടെയാണ് ആശ്വാസ വാർത്ത എത്തുന്നത്. സാധാരണക്കാരുടെ ഏകാശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള ചെറുപ്പ ആരോഗ്യ കേന്ദ്രം. ഓപ്പറേഷൻ തിയേറ്ററുകളും പ്രസവ ചികിത്സാ വിഭാഗവുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഓരോന്നിനും പൂട്ടുവീണു. ഇതോടെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലുമായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അവശ്യ ജീവനക്കാർ ഇല്ലാത്തതും മറ്റൊരു പ്രതിസന്ധിയായിരുന്നു. ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന മുൻ ആരോഗ്യമന്ത്രിയുടെ വാഗ്ദാനം നിറവേറ്റാൻ അധികൃതർ മുൻകൈയും എടുത്തിരുന്നില്ല. ഇതിനിടെയാണ് 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് അത്യാധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. അസംബ്ലിയിൽ ഈ കാര്യം സബ്മിഷനിലൂടെ ഞാൻ അവതരിപ്പിച്ചു. ബഡ്ജറ്റ് സമ്മേളനത്തിൽ കൃത്യമായി നമ്മുടെ ചെറുപ്പയുടെ സാഹചര്യവും മെഡിക്കൽ കോളേജിൻ്റെ പ്രാധാന്യവും പറഞ്ഞു.
അന്ന് തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വളരെ തൃപ്തികരമായ മറുപടിയും അദ്ദേഹത്തിൻ്റെ സമീപനവുമാണ് ഉണ്ടായത്. സബ്മിഷനിലൂടെ ഇത് രേഖാമൂലം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് 4-ാം തീയതി മെഡിക്കൽ ഡയറക്ടർ, നമ്മുടെ കേരളത്തിലെ DME, അതുപോലെ തന്നെ DHS ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ആ യോഗത്തിൽ നമ്മൾ നേരത്തെ നിർദ്ദേശിച്ച പോലെയുള്ള കോർ കമ്മിറ്റിയുടെ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യും. അതിനൊരു അന്തിമമായ തീരുമാനം ഈ ചെറുപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളേറെയായി ശോചനീയാവസ്ഥ നേരിടുന്ന ചെറുപ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വാർത്തകൾ അമൃത ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശുപത്രി വികസനത്തിലേക്ക് കുതിക്കുന്നത്. ക്യാമറമാൻ ദീപുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. ഇനി ദിലീപ് പറയുന്നത് കേൾക്കാം. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരുകയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കഴിഞ്ഞ 2 ദിവസങ്ങളായി വിപണിയിൽ അറ്റ നിക്ഷേപത്തിലാണ്. വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നതും. മുൻനിര ഓഹരികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിക്ഷേപം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിൽപ്പനയിലായിരുന്ന HDFC ബാങ്ക്, ചില IT ഓഹരികൾ തുടങ്ങിയ മുൻനിര ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ തന്നെ അത് വിപണിയെ വരും ദിവസങ്ങളിലും നേട്ടത്തിലെത്തിക്കാൻ സഹായിക്കും. 24,500 എന്ന നിലവാരമാണ് ഇനി മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഇന്ന് ഭേദിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിലുള്ള നിക്ഷേപ താല്പര്യം വിപണിയിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ വിപണിയുടെ ഇനിയുള്ള ഉയർച്ചയിൽ ചെറുകിട നിക്ഷേപകർ വിപണിയിൽ ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ആ വിൽപ്പനയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു നേട്ടം വിപണിയിൽ തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് 2 പ്രധാന ഘടകങ്ങളാണ് ആഭ്യന്തരമായി വിപണിയിൽ നിലനിൽക്കുന്നത്. ഒന്ന്, ഇന്ത്യ വിക്സ് സൂചിക, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ ഉണ്ടായിട്ടുള്ള ഇടിവ്, അത് ഏറ്റവും സുരക്ഷിതമായ താഴ്ന്ന നിലവാരത്തിൽ തുടരുന്നത് വിപണിയിൽ ആശങ്കകൾ കുറഞ്ഞു എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $70 എന്ന നിലവാരത്തിൽ ക്രമപ്പെട്ട് നീങ്ങുന്നതും വിപണിക്ക് ഒരു പ്രോത്സാഹനം തന്നെയാണ്. ഈ 2 ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നതാണ് വരും ദിവസങ്ങളിലും വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. 24,000 എന്ന നിലവാരമായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിയുടെ ഏറ്റവും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടന്നാൽ തന്നെ വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ളതിന്റെ ഒരു പ്രതീക്ഷ ഉണ്ട് താനും. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ, പ്രീ ക്വാർട്ടറിൽ അമേരിക്കയെ 4-1 തോൽപ്പിച്ചു. ബെൽജിയത്തിനു വേണ്ടി കെറ്റ്ലാറെ ഇരട്ട ഗോൾ നേടി. ലുക്കാക്കുവും ഹാൻസ് വരാഗനുമാണ് മറ്റു ഗോളുകൾ നേടിയത്. മാലിക് ടിൽമാൻ അമേരിക്കയുടെ ആശ്വാസ ഗോൾ നേടി. ക്വാർട്ടറിൽ സ്പെയിനാണ് ബെൽജിയത്തിന്റെ എതിരാളി. മറ്റൊരു വാർത്തയിലേക്ക്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കി കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. 1960കളിൽ ടൗൺ വികസനത്തിന് എന്ന പേരിൽ മാറ്റിയിട്ട് 77 ഏക്കറോളം ഭൂമിക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. കൃഷിഭൂമിക്കാണ് പട്ടയം അനുവദിക്കുന്നത് എന്ന കാരണത്താലാണ് ടൗൺ മേഖലയായ കട്ടപ്പനയിൽ പട്ടയം ലഭിക്കാതിരുന്നത്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പട്ടയം നൽകുന്നത് സംബന്ധിച്ച് തുടർ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായതുമില്ല. പിന്നീട് ഷോപ്പ് സൈറ്റുകളുടെ ലാൻഡ് രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി 2018 നഗരത്തിൽ സർവേ ആരംഭിച്ചു. കട്ടപ്പന വില്ലേജിലെ 56, 61 ബ്ലോക്ക് നമ്പറുകളിൽപ്പെട്ട 55, 56, 85 സർവേ നമ്പറുകളിലുള്ള 76.46 ഏക്കർ സ്ഥലത്തെ സർവേയാണ് അന്ന് ആരംഭിച്ചത്. എന്നാൽ ഇത് പൂർത്തിയായില്ല. പിന്നീട് 2023 സർവേ നടപടികൾ പുനരാരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം സർവേ പൂർത്തിയായെങ്കിലും പട്ടയം നൽകാനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല. നിയമതടസ്സങ്ങൾ മാറ്റി പട്ടയ നടപടികൾ വേഗത്തിലാക്കുമെന്ന് റോയി കെ പൗലോസ് MLA പറഞ്ഞു. കട്ടപ്പന ഉൾപ്പെടുന്ന എല്ലാം CHR മേഖലയാണ്. CHR മേഖലയിൽ പട്ടയമേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സുപ്രീം കോടതി ഉത്തരവ് നിൽക്കുമ്പോൾ ഗവൺമെൻറ് വേറൊരു ഉത്തരവ് ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഷോപ്പ് സൈറ്റിൻ്റെ പരിധി നിശ്ചയിക്കാണ്ട് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ എന്ത് യുക്തിയാണുള്ളത്? ഈ ഗവൺമെൻറ്റിന് മുന്നിലുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുമ്പിലുള്ള ഈ നിയമ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. UDFന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അതാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്ത് 6 മാസത്തിനുള്ളിൽ കട്ടപ്പനയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയില്ല. നിർമ്മാണ നിരോധനം നീക്കുകയും ഷോപ്പ് സൈറ്റിന് പട്ടയം ലഭ്യമാക്കുകയും ചെയ്താൽ ഇടുക്കിയുടെ വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയ്ക്ക് അത് വലിയ വികസന മുന്നേറ്റമുണ്ടാക്കും.
അതിനാൽ പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ഇടുക്കി. നടി അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുത്തു. തൃപ്പൂണിത്തുറ പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നടപടി. വ്യാജ പരാതിയുടെ മറവിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കോട്ടയം മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ കോട്ടയം നഗരസഭയുടെ തീരുമാനം. വിവിധ വിഭാഗങ്ങളിലായി 1000 മുതൽ 1500 രൂപ വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം. അതേസമയം സേവന മേഖലയായി നിലനിർത്തി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മുട്ടമ്പലം ശ്മശാനത്തിലാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനുള്ള ഫീസ് കുത്തനെ ഉയർത്തിയത്. BPL വിഭാഗത്തിന് 1500 രൂപ എന്നുള്ളത് 2500 രൂപയായും നഗരസഭാ പരിധിയിലുള്ള APL വിഭാഗത്തിന് 3000 രൂപയായിരുന്നത് 4500 രൂപയായും നഗരസഭാ പരിധിക്ക് പുറത്തുനിന്നുള്ളവർക്ക് 4500 രൂപയായിരുന്നത് 5000 രൂപയുമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നഗരസഭ ഭരണസമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഉൾപ്പെടെയുള്ള പ്രവർത്തന ചെലവ് ഗണ്യമായി വർദ്ധിച്ചതിനാലാണ് ഫീസ് പുതുക്കേണ്ടി വന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരണസമിതിയുടെ വിശദീകരണം. ഗ്യാസ് സിലിണ്ടറിന്റെ വില വളരെ കുറഞ്ഞിരുന്ന കാലത്ത് നിശ്ചയിച്ച നിരക്കാണ് ഇതുവരെ തുടർന്നിരുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ വിഷയത്തിൽ കടുത്ത വിയോജിപ്പുമായി LDFും BJPയും രംഗത്തെത്തി. നഗരത്തിലെ ഭൂരിപക്ഷം സാധാരണക്കാരും 1-2 സെന്റ് ഭൂമിയിലാണ് താമസിക്കുന്നത്. അവർ സംസ്കാരത്തിനായി സമീപിക്കുന്നത് നഗരസഭയുടെ മുട്ടമ്പലം ശ്മശാനമാണ്. മറ്റിടങ്ങളിൽ നിന്നും അജ്ഞാത മൃതദേഹങ്ങളും സംസ്കരിക്കാൻ ഇവിടെയാണ് എത്തിക്കുന്നത്. അതിനാൽ ഇതൊരു സേവന മേഖലയായി നിലനിർത്തി അവശ്യ സർവീസായി പരിഗണിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് ഒരു സേവന മേഖലയാണ്, ഒരു സർവീസ് ഓറിയൻറ്റഡാണ്. ഇത് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി അല്ലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സേവനം എന്ന നിലയ്ക്ക് മാത്രമേ ഈ ശ്മശാനത്തെ കാണാൻ പറ്റുള്ളൂ. അവിടെ ഒരു ലാഭമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അതിന് വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ കോട്ടയം നഗരസഭയ്ക്ക് ലാഭം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇവിടുത്തെ കോട്ടയം പട്ടണത്തിൽ കൊടുക്കാനുള്ള നികുതി കുടിശ്ശികക്കാരുടെ പിടിച്ചെടുത്താൽ പ്രൊഫഷണൽ ടാക്സ് അങ്ങനെ വിവിധ കടമുറികൾ കൊടുത്തതിൻ്റെ വാടക ഈടാക്കുകയാണെങ്കിൽ എത്രയോ കോടിക്കണക്കിന് രൂപ കോട്ടയം നഗരസഭയ്ക്ക് കിട്ടും. ഭരണപക്ഷ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ശ്മശാന സേവനത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കാണുന്നത് ശരിയല്ലെന്നും സാധാരണക്കാരെ സാമ്പത്തിക ഭാരത്തിലാക്കുന്ന തീരുമാനം നഗരസഭ പുനഃപരിശോധിക്കണമെന്നും BJPയും ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഫാത്തിമാപുരം, പടവാതൂർ എന്നിവിടങ്ങളിലാണ് സമീപത്തായി മറ്റ് പൊതുശ്മശാനങ്ങളുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ഫീസ് ഉയർത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ നഗരസഭാ കൗൺസിലിന് അകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. പെൺകുട്ടികളുടെ സുരക്ഷിതമായ ഭാവിയും വിദ്യാഭ്യാസവും ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സാധാരണക്കാരിലേക്ക് ഇപ്പോഴും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ വേറിട്ടൊരു ശ്രമവുമായി എത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം യുവാക്കൾ. അവർ ഒരുക്കിയ അവൾ പഠിക്കട്ടെ എന്ന ഹ്രസ്വചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാണ്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഓർത്ത് ആശങ്കപ്പെടുന്നവരാണ് മാതാപിതാക്കളിൽ പലരും. സാധാരണക്കാരുടെ ഇത്തരം ആശങ്കകൾക്ക് പരിഹാരമായാണ് കേന്ദ്ര സർക്കാർ സുകന്യ സമൃദ്ധി യോജന ആവിഷ്കരിച്ചത്. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഇന്നും ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായ ധാരണ പലർക്കുമില്ല. ഈ സാഹചര്യത്തിലാണ് അവൾ പഠിക്കട്ടെ എന്ന ഹ്രസ്വചിത്രവുമായി ഫ്രെയിം ഇന്ത്യ ഫിലിംസ് എത്തുന്നത്. സുകന്യ സമൃദ്ധി എന്നോ അങ്ങനെ സ്കീമിന്റെ പേര് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സമ്പാദ്യ പദ്ധതിയാണ്. മോക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവളുടെ പഠനത്തിനും വിവാഹത്തിനൊക്കെ വലിയൊരു സംഖ്യ കിട്ടുന്ന പറഞ്ഞേ. നമുക്ക് നമ്മുടെ മോളെ അതിൽ ചേർക്കണം. താനൂർ സ്വദേശി K. സുകുമാരൻ കഥയും തിരക്കഥയും നിർവഹിച്ച ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തത് സുരേഷ് പുറത്തൂരാണ്. ഒരു സാധാരണ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. മകളുടെ ഭാവിയെ കരുതി വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് സുകന്യ സമൃദ്ധി യോജന എങ്ങനെ ഒരു തണലായി മാറുന്നു എന്ന് ചിത്രം കൃത്യമായി കാട്ടിത്തരുന്നു. നമ്മുടെ രാഷ്ട്രം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ കല കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ്
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾ ജനങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ദൃശ്യപരമായ ആഖ്യാനം ഉണ്ടാക്കണം. അതുകൊണ്ട് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി ഇത്തരം ഹ്രസ്വ സിനിമകളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എടുത്ത് അതൊരു കണ്ടന്റാക്കി വൈഡാക്കി ഒരു സാധനം ചെയ്യുന്നപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചിന്തിച്ചോന്നില്ലല്ലോ. രാഷ്ട്രീയമുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി നമ്മുടെ ആഗ്രഹം എന്താ വെച്ചാൽ ഇത് വേണ്ട സ്ഥലത്ത് എത്താന്നുള്ളതാണ്. യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച പ്രതികരണവും പിന്തുണയുമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. സമുദ്രനിരപ്പിന് താഴെ കൃഷി ഇറക്കി വിജയിച്ച കുട്ടനാട്ടിലെ കർഷകർ മറ്റൊരു വിസ്മയം കൂടി തീർത്തിരിക്കുകയാണ്. നെൽകൃഷി അസാധ്യമെന്ന് കരുതിയ തീരദേശത്ത് നെൽകൃഷി ഇറക്കിയിരിക്കുകയാണ് ഒരു ക്ഷേത്രം ഭരണസമിതി. വളവനാട് ദേവീക്ഷേത്രത്തിന്റെ മൈതാനത്താണ് കാഴ്ചയിൽ കൗതുകം നിറച്ച് നെൽകൃഷി വിളവെടുപ്പിനായി തയ്യാറെടുക്കുന്നത്. നെൽകൃഷിയുടെ പാരമ്പര്യ രീതികളെ വെല്ലുവിളിക്കുകയാണ് വളവനാട് ദേവീക്ഷേത്രത്തിലെ ദേവസ്വം കമ്മിറ്റി. പാടത്ത് ബണ്ട് കെട്ടി ജലസേചനം നടത്തി കൃഷി ഇറക്കുന്ന പാരമ്പര്യ രീതിയിൽ നിന്ന് കരപ്പുറത്തെ വെളുത്ത മണ്ണിൽ പ്രത്യേകമായ ജലസേചനമില്ലാതെ നെൽകൃഷി സാധ്യമെന്ന് വീണ്ടും തെളിയിക്കുകയാണിവർ. മാരാരിക്കുളം തെക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഉമ്മാ നെൽവിത്താണ് 10-ാം ഉദയത്തിന് ശേഷം വിതച്ചത്. കക്കയിട്ട് മണ്ണ് പരുവപ്പെടുത്തിയ ശേഷമാണ് വിത്തെറിഞ്ഞത്. ക്ഷേത്രത്തിന് മുന്നിലും ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കുമുള്ള മൈതാനങ്ങളിലുമായി 40 സെന്റിലാണ് കൃഷി. 3 വർഷമായി ഇവിടെ കൃഷി ചെയ്തു വരുന്നു. കഴിഞ്ഞ തവണ കാഞ്ചന ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തിരുന്നത്. ദേവസ്വം കമ്മിറ്റിക്കാരനായ മോഹൻദാസാണ് കൃഷിക്ക് മേൽനോട്ടം. ഉത്സവകാലങ്ങളിൽ തുള്ളിമറിച്ച് ഇടുന്ന ഈ അന്നം വലിച്ച് ഇടുന്ന തുള്ളുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു കൃഷി ചെയ്യണമെന്ന് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു കൃഷി ചെയ്ത് നോക്കിയത്. 2 വർഷക്കാലവും നമുക്ക് വിജയമായിരുന്നു. ഇത്തവണയും വിജയം തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്ര മൈതാനത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഇക്കുറി ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് വെള്ളമുയരാൻ കാരണമെന്ന് ദേവസ്വം കമ്മിറ്റി പറയുന്നു. ദേശീയപാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കുള്ള ആ അപാകത മൂലമാണ് ഇത്രയും വെള്ളം ഇവിടെ വരാനുള്ള കാര്യം. അതിന് പല നിവേദനങ്ങളും ക്ഷേത്രത്തിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും വകയായിട്ട് കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാടത്തെ നെൽകൃഷി പോലെ കൂടുതൽ അളവിൽ ജലം കരകൃഷിക്ക് ആവശ്യമില്ല. സാധാരണയായി ലഭിക്കുന്ന മഴ തന്നെ കൃഷിയെ പരിപോഷിപ്പിക്കുമെന്നിരിക്കെ ക്ഷേത്ര മൈതാനത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഇക്കുറി കൃഷിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ദേവസ്വം ഭാരവാഹികൾ. എങ്കിലും പിന്നോട്ടില്ലാതെ ക്ഷേത്രകാര്യങ്ങൾക്കൊപ്പം 2 തവണകളിലായി വിജയിച്ച നെൽകൃഷി ഇക്കുറിയും തുടരുകയാണ് വളവനാട് ദേവീക്ഷേത്രത്തിലെ ദേവസ്വം കമ്മിറ്റി. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് രാത്രികാല യാത്രകളിൽ പലർക്കും ആശ്രയമാകുന്ന നൈറ്റ് റൈഡറുടെ വിശേഷമറിയാം ഇനി. നഗരപരിധിയിൽ നേരം വൈകിയെത്തുന്ന പലരും പതിവായി തേടുന്നത് ഈ ഇലക്ട്രിക് ഓട്ടോ ഡ്രൈവറെയാണ്. ബട്ടറോട് പോവോ? കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വണ്ടിക്ക് സ്ഥിരം വന്നെത്തുന്ന യാത്രക്കാരിൽ ചിലർ ഓട്ടോ ബേയിൽ തിരയാറുള്ളത് ഒരേ ഒരു മുഖമാണ്. സ്ഥിരം ട്രെയിനിൽ വന്നിറങ്ങുന്നവർക്ക് അവരെ അറിയാം. കോഴിക്കോട് ചുരുക്കം ചില വനിതാ ഓട്ടോ ഡ്രൈവർമാരിൽ രാത്രികാലം മാത്രം ഓട്ടത്തിന് തിരഞ്ഞെടുത്ത ആ നൈറ്റ് റൈഡർ റൈഹാനത്താണ്. ഓൺലൈൻ ഫുഡ് ഡെലിവറിയും ഇ കാർട്ടുമായി ജീവിതയാത്ര തുടർന്ന റൈഹാനത്ത് 2 വർഷമായി ഇലക്ട്രിക് ഓട്ടോയുടെ സാരഥിയായിട്ട്. ഓടിത്തളർന്ന് വീടണയാൻ പലരും തയ്യാറെടുക്കുമ്പോഴാണ് റൈഹാനത്ത് തന്റെ ഓട്ടോയുമായി നഗരത്തിലെത്തുക. രാത്രി മുതൽ രാവിലെ വരെ ഏത് ദീർഘയാത്രയ്ക്കും തയ്യാറായ റൈഡറായി അവർ പേരുമെടുത്തു. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കുന്നവരാണ്. അതായത് അവര് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നോട് ഇതുവരെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പോരാത്തതിന് ചിലപ്പോൾ ചിലരൊക്കെ പൈസ തരികയാണെങ്കിലൊക്കെ കൂടുതൽ തരുമ്പോൾ ഞാൻ അങ്ങോട്ട് ബാക്കി കൊടുത്താൽ പറയും പോട്ടെന്നെ, ഈ രാത്രിയൊക്കെ നിങ്ങളൊരു പെണ്ണായിട്ട് കൂടി ഓടണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ, ജീവിക്കാനല്ലേ, വെച്ചോ, അങ്ങനെ പറഞ്ഞിട്ട് തരുന്നവരൊക്കെയാണ്. രാത്രികാലത്ത് സ്ത്രീകൾക്കുൾപ്പെടെ പലർക്കും റൈഹാനത്തിന്റെ ഓട്ടോ ആശ്വാസമാകാറുണ്ട്. ജീവിത പ്രതിസന്ധികൾക്കിടെ കൈവിട്ട ജീവിതത്തിന് കൈത്താങ്ങാവാനായാണ് ഓട്ടോ ഡ്രൈവറുടെ കുപ്പായമണിഞ്ഞത്.
തന്റെ രാത്രികാല സർവീസ് സ്ത്രീകൾക്കുൾപ്പെടെ ആത്മവിശ്വാസം പകരുന്നുണ്ടെന്നറിയുമ്പോൾ റൈഹാനത്തിന്റെ ചുണ്ടിൽ ചിരി വിടരും. എല്ലാവർക്കും ഒരു വലിയൊരു ഉപകാരവുമാണ്, ഒരു ആശ്വാസവുമാണ് നമ്മുടെ ഈ ഒരു ഓട്ടോ ഡ്രൈവർ. ക്യാമറമാൻ സജീദ് അറിയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ വാർത്തകളുണ്ട്. വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.